ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ 10th പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞ ശനിയാഴ്ച ഫെബ്രുവരി 8 അവസാനിച്ചു. 10th മെയിൻസ് പരീക്ഷ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് സെക്രട്ടേറിയറ്റിൽ OA, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ തുടങ്ങി കുറച്ചേറെ തസ്തികകൾക്ക് വേണ്ടിയിട്ടുള്ള മെയിൻസ് പരീക്ഷ എഴുതാൻ യോഗ്യത നിശ്ചയിക്കുകയാണ് ഈ 10th പ്രിലിംസിൻ്റെ ധർമ്മം. ആ മെയിൻസ് പരീക്ഷ സെക്രട്ടേറിയറ്റ് OA ഉൾപ്പെടെയുള്ള മെയിൻസ് പരീക്ഷയ്ക്ക് അപേക്ഷിച്ചവരെ 4 ഡിവൈഡ് ചെയ്തിട്ട് 4 ഘട്ടങ്ങളായിട്ട് പരീക്ഷകൾ നടത്തി. ഇതിൽ 3-ാം ഘട്ടം കുറച്ചേറെ എളുപ്പമായിരുന്നു. 1ഉം 2ഉം സാമാന്യം നല്ല നിലവാരം പുലർത്തി. 4-ാം ഘട്ടം ഏറ്റവും പ്രയാസമുള്ള ഘട്ടമായി അവസാനിച്ചു. ഇനി നോർമലൈസേഷനൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും റിസൾട്ട് വരിക. അന്നേരമേ നമുക്ക് മെയിൻസ് എത്ര പേർക്ക് എഴുതാൻ സാധിക്കും എന്ന് പറയാൻ സാധിക്കൂ. നിങ്ങൾ നന്നായി പഠിച്ചോളുക. മെയിൻസ് കിട്ടിയില്ലെങ്കിൽ പോലും LD ക്ലർക്ക് 2027 നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ ഗുണം ചെയ്യും. 10th പ്രിലിംസ് 2ാം ഘട്ടത്തിലെ 3 ചോദ്യം ഒഴിവാക്കി. ജനുവരി 11 നടത്തിയ കോമൺ പ്രിലിമിനറി 2ാം ഘട്ട പരീക്ഷയിലെ 3 ചോദ്യങ്ങൾ ഒഴിവാക്കി. ചോദ്യപേപ്പറിൻ്റെ കോഡ് A അനുസരിച്ച് 4, 19, 75 ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അന്തിമ ഉത്തര സൂചിക വന്നപ്പോൾ ഒഴിവാക്കിയത്. അങ്ങനെ പരീക്ഷയ്ക്ക് ആകെ മാർക്ക് കൺസിഡർ ചെയ്യുന്നത് 97-ലായിരിക്കും. ഒഴിവാക്കിയ ചോദ്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക. 1. വക്കം അബ്ദുൾ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക എന്നതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിൽ കൃത്യമായ ആൻസർ ഇല്ല എന്നുള്ള കുട്ടികളുടെ എതിർപ്പിൻ്റെ ഫലമായിട്ട് ആ ചോദ്യം ഒഴിവാക്കി. ഉരുക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മാംഗനീസിൻ്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം. LPGയിലെ മുഖ്യ ഘടകം. LPGയിലെ മുഖ്യ ഘടകം മിക്ക പരീക്ഷകളിലും കുട്ടികൾ ആങ്സൈറ്റി പ്രകടിപ്പിക്കാറുള്ള ഒരു ചോദ്യമാണ്. എനിവേ, ഈ 3 ചോദ്യങ്ങളാണ് 2ാം ഘട്ടത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. 97-ലായിരിക്കും കട്ട് ഓഫ് പറയുക.